അല്ല എന്താണ് ഈ പുരുഷന്മാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് താങ്കൾക്ക്? പുരുഷന്മാർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്തുള്ള പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇനിയിപ്പോൾ കുടുംബത്തിലെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഒരു പുരുഷന് ഉള്ള അത്രയും തലവേദന സ്ത്രീക്കില്ല. ശരിയല്ലേ? കാരണം ഒരു കുടുംബത്തിലെ ഒരു മിക്കവാറും ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ 50-50 ആയിട്ട് സ്ത്രീയും പുരുഷനും ജോലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു 75% കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ പൊതുവെ മടിച്ചികളാണ്. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ പരാതികളും പരിഭവങ്ങളും പറയാൻ ആണ് സ്ത്രീകൾക്ക് താല്പര്യം കൂടുതൽ. പക്ഷെ അത് ഞാനൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഭയങ്കര മടിച്ചാണ്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും കൂടിയാണ് പറയുന്നത്. എല്ലാ റെസ്പോൺസിബിലിറ്റികളും അങ്ങോട്ട് കൊടുത്തിട്ട് സുഖമായിരിക്കാനും കിടന്നുറങ്ങാനും ഭക്ഷണം ഉണ്ടാക്കാനും താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തടസ്സങ്ങളും പിന്നെ ബൗണ്ടറികളും എൻ്റെ കുടുംബത്തിൽ കിട്ടിയിട്ടില്ല. വീട്ടിൽ അച്ഛൻ നല്ല അധ്യാപകനായിരുന്നു. അച്ഛൻ്റെ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ എഴുതുന്നത്. നന്നായിട്ട് വായിപ്പിക്കുകയും അച്ഛൻ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബൗണ്ടറി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടില്ല. എനിക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ലൈഫ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പറയാത്തത് എന്നോ നമ്മുടെ അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ കൂടുതൽ. പക്ഷേ ഇതുപോലെ ഒരുപാട് പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വരി എഴുതാൻ സ്വാതന്ത്ര്യമില്ലാത്ത, പുറത്തേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. എഴുതിയ പിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്കെന്തോ ആ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.